ഹായ് ഫ്രണ്ട്സ്, രേണുസുധിയുടെ പ്രണയം വിവാഹം ഇതിനെക്കുറിച്ച് റിവീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ രേണുസുധിക്ക് വീട് പണിത് കൊടുത്ത ഫിറോസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, രേണുസുധി ചോദിക്കുന്നുണ്ട്, പ്രണയമുണ്ടോ രേണുസുധി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പ്രണയം ഉണ്ടാകും ഇല്ലേ? അതുപോലെ എനിക്കുമുണ്ട് ഒരു പ്രണയം, സമയമാകട്ടെ എന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് രേണുസുധി ചിരിക്കുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ രേണുസുധി ഒരു പാവം പെണ്ണാണ്. ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു പെണ്ണാണ്. അതിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും ഒരാളെക്കുറിച്ച് കുറ്റം പറയാനോ മോശമായി ചിത്രീകരിക്കാനോ നുനി പറയാനോ അതിനൊന്നും ആ സ്ത്രീക്ക് നേരം കിട്ടുന്നില്ല. ബിഗ് ബോസിൽ നമ്മൾ കണ്ടതാണ്, ഇത്രയും ദിവസം നിന്നിട്ടും ഒരാളെക്കുറിച്ച് കുറ്റം പറയണതോ അയാളെ രേണുസുധിയെ തന്നെ കുറ്റം പറഞ്ഞ വ്യക്തികളെ പോലും രേണുസുധി ഇപ്പോൾ കമ എന്നൊരു അക്ഷരം പോലും പറയുന്നില്ല. ഇപ്പോൾ പേനൊക്കെ തലേന്ന് എന്താ പറയുക, ഇറങ്ങി വരുന്നു എന്നൊക്കെ, എന്താ പറയുക, ട്രെയിൻ വരുന്ന പോലെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രേണുസുധി ഒന്ന് വാവിട്ട് കരയാണ് ചെയ്തത്. അല്ലാതെ മറുത്ത് പറയാനോ അതിന് പ്രതികാരം കിട്ടാനോ പോയിട്ടില്ല. അതുപോലെ കക്കൂസ് ടാങ്ക് എന്ന് വിളിച്ചിട്ട് പോലും അക്ബറിനെ ഇത് കുറച്ച് നാൾ ആ വിഷമം കൊണ്ട് നടന്നു എന്നല്ലാതെ അക്ബറിനെ തിരിച്ചു വിളിക്കാനോ വേണ്ടാതിനം പറയാനോ അത് കുശുമ്പ് കുത്താനോ ഒന്നും പോയിട്ടില്ല. അതിലൊക്കെ വളരെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പെണ്ണ് തന്നെയാണെന്ന് പറയാം. പിന്നെ അവരുടെ കുറച്ച് വീട്ടുകാരുടെ കുറച്ച് പ്രശ്നം കൊണ്ട് രേണുസുധിക്ക് കുറച്ച് നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്, അത് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ സമയമാകട്ടെ എന്നിട്ട് റിവീൽ ചെയ്യാമെന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ വളരെയധികം കെയർഫുള്ളായിട്ട് മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. രണ്ടെണ്ണം കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ഇനി മൂന്നാമതൊരാൾ തിരഞ്ഞെടുക്കണമെങ്കിൽ അത് ഇത്രയും ചെറുപ്പമാണ്. അപ്പോൾ കുറേ പഠിച്ചിട്ട് മാത്രമേ ഞാൻ പുറത്ത് വിടുന്നുള്ളൂ എന്ന് രേണുസുധി പറയുന്നുണ്ട് കേട്ടോ. ഇനി പ്രപ്പോസ് ചെയ്യുന്നവരുടെ അടുത്ത് ഇപ്പോൾ ഈ മെസ്സേജിലൊക്കെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടോ ഇത്രയും വൃത്തികെട്ട പെണ്ണിനെ എന്നൊക്കെ മറ്റുള്ളവർ പറയും എന്ന് രേണുസുധി പറയുന്നുണ്ട്. പക്ഷേ എന്നെ നേരിട്ട് കാണാൻ ഭംഗിയുണ്ട് കേട്ടോ എന്നും രേണുസുധി പറയുന്നു. എന്നെ ഈ വീഡിയോയിലും ഫോട്ടോയിലൊന്നും കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. നേരിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പ്രപ്പോസും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പ്രണയം ഉണ്ട് ആൾക്ക്. അവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ വീട്ടുകാരെ സന്തോഷിപ്പിക്കണം, എൻ്റെ രണ്ട് മക്കളെ പൊന്നു പോലെ നോക്കണം, അതുപോലെ എന്നെയും നന്നായി നോക്കണം, പിന്നെ എനിക്ക് കുറച്ച് സമയം വേണം, ഇതും കൂടി പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല സുധിച്ചേട്ടൻ എന്ന് കുറച്ച് മനസ്സിൽ കാണുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. അതെൻ്റെ മനസ്സിന് സുധിച്ചേട്ടൻ ഒരിക്കലും ആയില്ല, അത് അംഗീകരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അത് പേര് പറയും, സുധിച്ചേട്ടൻ്റെ കുറേ കാര്യങ്ങൾ പറയും, എന്നെ നന്നായി നോക്കിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയും. പിന്നെ നോക്കിയപ്പോൾ രേണുസുധിയുടെ കൈമേ ടാറ്റു കുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? സുധിച്ചേട്ടൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, സുധിച്ചേട്ടൻ ഇത് ഇപ്പോൾ ആ വ്യക്തി കാണുമ്പോൾ, ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി ആ വ്യക്തിയോടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പുള്ളി തിരിച്ച് എന്തു പറഞ്ഞു എന്ന് ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ എന്താണ്, രേണു നീ സമയമെടുത്തു ചിന്തിക്കൂ എന്നിട്ട് മതി ഓക്കെ പറയാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാണ് ആ വ്യക്തി പറഞ്ഞതെന്നാണ് രേണു പറയുന്നത് കേട്ടോ. പിന്നെ മറ്റുള്ള പെണ്ണുങ്ങളെപ്പോലെ ഞാൻ വെള്ളം കുടിച്ചിട്ടാണ് ഭംഗി വെച്ചത്, ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണ് ഭംഗി വെച്ചത്, അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീയല്ല രേണുസുധി. ആൾ പറയുന്നത് ഞാൻ ഗ്ലൂട്ട സെക്കൻഡ് സിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് ഞാൻ ഭംഗി വെച്ചത്, എൻ്റെ മുക്കാൽ ഭാഗം ഭംഗിയാണ്, ആദ്യം കാണാൻ ഊന്തിനെ പോലെ പല്ലിയെ പോലെ എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ഭംഗിയിലൊന്നും അല്ലാട്ട് ഒരാളുടെ കാര്യം. പക്ഷേ ഇയാൾ ആക്ട്രസ്സായി പോകുന്നത് കൊണ്ട് തന്നെ ഇയാൾക്ക് ഭംഗിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ മുക്കാൽ ഭാഗവും എൻ്റെ ഭംഗി കിട്ടിയിരിക്കുന്നത് എനിക്കിപ്പോൾ ഈ ചെയ്തു കൊടുത്ത ഒരു ഇതുണ്ടല്ലോ ബ്യൂട്ടി പാർലർ, അവരെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തലയും അതുപോലെ തന്നെ മുഖവും ഒക്കെ തന്നെ ഭംഗിയാക്കിയത്. ഇപ്പോൾ സെക്കൻഡ് സിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും സിറ്റിങ് കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ ഗ്ലാമർ വരും എന്നാണ് പറയുന്നത്. ഇതേ ഓപ്പോസിറ്റായിട്ട് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇവർക്ക് വീട് വെച്ച് കൊടുത്ത ആളുണ്ടല്ലോ, ആ ആൾ ഇപ്പോൾ ലൈവിൽ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ വീട് വെച്ച് കൊടുത്തു രേണുസുധി വെച്ചടി കയറ്റമായി ഏറ്റവും ടോപ്പ് ലെവലെത്തി. ഇപ്പോൾ ബഹ്റൈനിലും അങ്ങനെ എല്ലാ സ്ഥലത്തും പോയി അത്യാവശ്യം പൈസ ഉണ്ടാക്കി. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയൂ എന്ന് പറഞ്ഞ ആൾ ലൈവിൽ വന്നിട്ടുണ്ട്. അവരുടെ അവസ്ഥ, അവരെ ഇപ്പോൾ ആരും വർക്കിന് വിളിക്കുന്നില്ല, അവരെ വർക്ക് മുടങ്ങിക്കെടുക്കുകയാണ്. കാരണം ഇവർ ഉറപ്പില്ലാത്ത വീടാണോ പണിത് കൊടുക്കുന്നത് എന്നാണ് എല്ലാവരുടെ ചിന്ത. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഉറപ്പില്ലാത്ത വീട് പണിത് കൊടുക്കുകയാണ്, സുധര വീടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു, ചോരുന്നു, അടർന്നു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരാൾ നമ്മളൊരു വീട് പണിയാണെങ്കിൽ നമ്മളവരെ വിളിക്കില്ലല്ലോ. അങ്ങനെയാണ് ഫിറോസ് ലൈവിൽ വന്ന് പറയുന്നത്, ഈ രേണുസുധിക്ക് വീട് വെച്ച് കൊടുത്തോടെ ഞങ്ങളുടെ ബിസിനസ് ആകെ അവതാളത്തിലായി. ഞാൻ മാത്രമല്ല തകർന്നത്, എൻ്റെ ഒപ്പം നിൽക്കുന്ന കുറേ പങ്കാളികളുണ്ട്, അതായത് ഈ പണിയെടുക്കാൻ കുറേ പേരുണ്ടാവില്ല, അവരൊക്കെ
അതിലൊക്കെ അന്നം മുട്ടി എന്നാണ് പറയുന്നത്. അതിൽ രേണുസുധിക്ക് ഒരു പങ്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം രേണുസുധി എവിടെയും വിളിച്ച് പറയണമെന്നൊന്നുമില്ല ഈ ഫിറോസ് പണിതുന്ന വീട് ഇങ്ങനെയാണെന്നൊന്നും. ഇത് പ്രശ്നം രൂക്ഷമായപ്പോഴാണ് രേണുസുധി പറയുന്നത്. ഇത് പറഞ്ഞത് മുഴുവൻ ഈ രേണുസുധിയുടെ അച്ഛനാണ്. അച്ഛനും ഫിറോസും അങ്ങനെ കുറച്ച് കാര്യം അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ. രേണുസുധി ആ ഭാഗവും മൈൻഡ് ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി പൈസയ്ക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ പൈസ ഉണ്ടാക്കിയത് കുറച്ച് കാലം കഴിയുമ്പോൾ രേണുസുധിക്കും മക്കൾക്കും സുഖമായി ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് രേണുസുധിക്ക് അറിയാം. എന്തായാലും സുധിച്ചേട്ടൻ നോക്കാനില്ല. ഇനി ഇപ്പോൾ വരുന്ന ആൾക്കാർ മുഴുവൻ നോക്കുമെന്ന് എന്താണ് ഉറപ്പുള്ളത്? അതുകൊണ്ട് തന്നെയാണ് ഓടി നടന്ന് അവിടെ എന്താ പറയുക, എല്ലാവരും പറഞ്ഞു ബാറിൽ പോയി ഡാൻസ് കളിക്കാനാണ്. ആ സ്ത്രീ ബാറിൽ പോയി ഡാൻസ് കളിച്ചുകൊണ്ട് ഇപ്പോൾ എന്താ ഒരു കുഴപ്പമുള്ളത്? ആ സ്ത്രീ സമ്പാദിക്കാനായിരിക്കും, ആ സ്ത്രീക്ക് കാശുണ്ടാക്കാനായിരിക്കും. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒരുപാട് പേര് ചെയ്തു. അതൊക്കെ ആ സ്ത്രീയുടെ ബാഡ് ക്വാളിറ്റിയല്ല, ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. കാരണം അധികം പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് പോവല്ലേ നല്ലത്. കൂടുതൽ പൈസ അതിന് കിട്ടുന്നുണ്ട്. ബിഗ് ബോസിനേക്കാളും കൂടുതൽ പൈസയാണ് രേണുസുധി വാരിക്കൂട്ടിയത്. രേണുസുധി തന്നെ പറഞ്ഞു, ലക്ഷങ്ങൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ ഉണ്ട്. ഒരു 500 രൂപ എൻ്റെ മകനെ മിഠായി മേടിക്കാൻ പോലും ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് തെണ്ടിയിട്ടുണ്ട്. അങ്ങനെ തെണ്ടി ഞാൻ ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ അപ്പോൾ ചോദിക്കുന്നത് എത്രയുണ്ട് ചോദിക്കുമ്പോൾ ലക്ഷങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമൂഹത്തെ ഭയന്ന് ആ സ്ത്രീ വീടിനുള്ളിൽ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ആ സ്ത്രീക്ക് വലുതുണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോഴും ഇരക്കേണ്ട ഗതികേടാണ്. ഒരു 500 രൂപ തരും, 50 രൂപ തരും എന്ന് ചോദിച്ച് നടക്കേണ്ട ഗതികാണ്. ഇപ്പം ആ ഗതികേട് രേണുസുധിക്കില്ല, വളരെ ഉയർന്നു. ഇപ്പം രേണുസുധിയെ എല്ലാവരും വിട്ടു. ഇപ്പം എല്ലാവരും പിന്നാലെ പോകുന്നത് വേറെ പല കാര്യങ്ങളിൽ കൂടിയാണ്, ബിഗ് ബോസ് കഴിഞ്ഞോട് കൂടിയിട്ട്. പക്ഷേ രേണുസുധി ബിഗ് ബോസിന് ഇറങ്ങി വന്നിട്ടും രേണുസുധി പാറി നടക്കുകയാണ്. ജോലി 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 എന്ന് പറഞ്ഞ് പാറി നടക്കുക. പക്ഷേ അതിലൊരു പ്രത്യേകതയുള്ളത്, ആരും വഞ്ചിച്ചിട്ടോ ചതിച്ചിട്ടോ അല്ല നടക്കുന്നത്. അതാണ് പ്രത്യേകത.